ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുക്കർ ചായൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. ഇനി ഞാനിത് അവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ പാലെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഞാനൊരു 1.25 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2 പേർക്ക് കുടിക്കാനുള്ള ചായയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ പാലും വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. ഞാനിപ്പോൾ അതാ ചെറിയൊരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഏലക്ക ഒന്ന് കുത്തിയെടുത്തതാണ് കേട്ടോ, 3 അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഗ്രാമ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് എത്രയാണോ കടുപ്പം വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.25 സ്പൂണ് ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിസിലടിക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതവിടെ ഗ്യാസും കൂടെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ കുക്കറിലത്തെ പ്രഷറൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, അടിപൊളി കുക്കർ ചായ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റാം. അപ്പോൾ ഞാൻ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.